ദിയ സനയുമായിട്ടൊരു ഇന്റർവ്യൂ കാണാനിടയായി. ഫേമസ് ഒരു ആങ്കർ ഉണ്ടല്ലോ, അത്യാവശ്യം ചട്ടമ്പി പീസ്, നിലപാടില്ലാത്ത ഒരു രാജകുമാരിയാണ് പുള്ളിക്കാരത്തെ, ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. പക്ഷേ ദിയ സനയുമായിട്ടുള്ള ഈ ഒരു ഇന്റർവ്യൂ പിടിച്ചു. നമുക്കൊന്ന് ഡിസ്കസ് ചെയ്താലോ, കേൾക്കാം. പ്രാവശ്യം ഞങ്ങളുടെ ഹോട്ട് സീറ്റ് ഒന്ന് കാണിച്ച തോന്നിവാസങ്ങളൊക്കെ ഓർമ്മയുണ്ട്. നല്ല രീതിയിൽ ഭയങ്കരമായിട്ട് ബെസ്റ്റ് അല്ലായിരുന്നു അത്. അയാൾ ഒരു പാവപ്പെട്ട ആങ്കർ ആയതുകൊണ്ടൊന്നും വേണ്ടിയില്ല. ഇല്ല, അവൻ നല്ല ചെറുക്കനാണ്. നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അവന്റെ ഇന്റർവ്യൂ. അങ്ങനെ ബിഹേവ് ചെയ്യുന്നത് തെറ്റല്ലേ? അങ്ങനെ സാമൂഹ്യ പ്രവർത്തകയാണല്ലേ? ഞാൻ ചോദിച്ചു അവന്റെ അടുത്ത്, ഞാനൊരു റൂം വെച്ചോട്ടെ ഓ എന്ന് പറഞ്ഞിട്ട് ഞാൻ വിളിച്ചിട്ട് ഉപയോഗിക്കുന്നത് ശരിയാണ്. നല്ലതല്ലേ അത്? ഈ റിയാക്ഷൻസ് നമുക്ക് എപ്പോഴും ഒപ്പോണന്റ് ആയിരിക്കുന്ന മനുഷ്യർ, ഓപ്പോസിറ്റ് ഇരിക്കുന്ന മനുഷ്യർ നമുക്ക് എന്ത് സാധനം തരുമോ അപ്പൊ നമ്മുടെ ഇമോഷണൽ ഉണ്ടാകുന്ന ട്രീറ്റാണ് നമ്മൾ തിരിച്ചു കൊടുക്കുന്നത്. സ്വാഭാവികമായിട്ടും അവിടെ ഞാൻ തെറി വിളിച്ചിട്ട് ഉമ്മ കൊടുത്തതല്ലേ എന്ന് ചോദിക്കുന്നതിൽ തെറ്റുണ്ട്. ശരിയാ, ഞാൻ എന്റെ അടുത്ത് ചോദിച്ച ചോദ്യങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്തതിന് ശേഷം അവിടെ വന്ന ഓരോ ഇമോഷൻസ് ആണ് വർക്ക് ആയിട്ടുള്ളത് എന്നുള്ളതാണ്. സാമൂഹ്യ പ്രവർത്തകയാണെന്നല്ലേ സ്വയം അവകാശപ്പെടുന്നത്? അല്ല, അവകാശപ്പെടുന്നതല്ല. ഞാൻ കുറെ അധികം സാമൂഹ്യ പ്രവർത്തനം ഇല്ല, തെറിയൊക്കെ വിളിക്കേണ്ട ആളുകളാണ് വിളിക്കുന്നത്. അങ്ങനെ ഈ അല്ലാത്ത ആളുകളൊന്നും ഞാൻ തെറി വിളിക്കാറില്ല. ഇങ്ങനെ സമൂഹത്തിന് മുമ്പിൽ എത്രയോ മനുഷ്യർ ജീവിക്കുന്നു. ഇങ്ങനെ പോകെ വായിൽ രാവിലെ എണീറ്റിട്ട് ഈ രാമനാമം പോലെ നമ്മൾ ഈ പറഞ്ഞ പോലെ തെറി വിളിച്ചാണ് നടക്കുന്നത്. ഒരിക്കലും അല്ല. അത് സിറ്റുവേഷനിൽ അത് ആർക്കാണോ വേണ്ടത്, ആരാണോ ചോദിക്കുന്നത്. സാമൂഹ്യ പ്രവർത്തകൻ എന്ന നിലയിൽ ഒരിക്കലും അതൊരു ആൾക്കാരോട് സാമൂഹ്യ പ്രവർത്തകർ എന്താണ് സമൂഹത്തിന് മാതൃകയാകേണ്ട ഒരാളല്ലേ? പക്ഷേ പകരം തെറി വിളിച്ചുകൊണ്ട് ചീത്ത വിളിച്ചുകൊണ്ട് പ്രതികരണം പല രീതിയിലാവാം. പക്ഷേ നോർമൽ ആൾക്കാർ പ്രതികരിക്കുന്ന പോലെ അല്ലല്ലോ ഒരു സാമൂഹ്യ പ്രവർത്തകർ സമൂഹത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി. നമ്മളല്ലേ എല്ലാത്തിനും ഒരു ചിട്ട ഉണ്ടാക്കി വെച്ചെങ്കിൽ. രാഷ്ട്രീയക്കാരൻ ഇങ്ങനെ ആയിരിക്കണം, സിനിമാക്കാരൻ ഇങ്ങനെ ആയിരിക്കണം, സാമൂഹ്യ പ്രവർത്തകർ ഇങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ ആണിങ്ങനെ ആയിരിക്കണം, പെണ്ണിങ്ങനെ ആയിരിക്കണം, ട്രാൻസ് ഇങ്ങനെ ആയിരിക്കണം. ഇങ്ങനെ എല്ലാ ജെൻഡർ ആയിക്കോട്ടെ, അല്ലെന്നുണ്ടെങ്കിൽ സമൂഹത്തിലെ മനുഷ്യരായിക്കോട്ടെ നിശ്ചയിച്ച് വെച്ചിരിക്കുന്നതാണ് ഇതായിരിക്കണം എന്നുള്ളത്. ഞാൻ സാമൂഹ്യ പ്രവർത്തനം എന്ന് പറയുന്നത് വേറെ കുറെ കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്ന വഴികളിൽ ഞാൻ എന്ത് പണിയെടുക്കുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് എന്റെ പ്രവർത്തനങ്ങൾ ഇരിക്കുന്നത്. അത് എന്റെ ജോബ് വേറെയും ഈ പ്രവർത്തനങ്ങൾ വേറെയാണ്. അപ്പോൾ പണ്ട് മുതലേ മൈനോറിറ്റി മനുഷ്യർക്ക് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, അത്തരം ആളുകളെ സഹായിക്കുക, സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുക, കുട്ടികൾക്ക് വേണ്ടി സംസാരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ഇടങ്ങളിൽ ഞാൻ എന്തൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് എന്നുള്ളത് ഈ പോയി കഴിഞ്ഞ ചരിത്രങ്ങളിൽ പറയാനുണ്ടാവുമായിരിക്കും. ഡിഫൻസ് ആണ്. ഞാൻ പറഞ്ഞു, എനിക്ക് നേരെ എനിക്ക് പറ്റില്ല, എനിക്കറിയില്ല, ഞാൻ ഒറ്റയ്ക്കുള്ളത്. എനിക്ക് എന്താണ് സാമൂഹ്യമായിട്ട് അല്ലെങ്കിൽ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളുടെ മുഖത്ത് നിന്ന് തന്നെ ഒരു വർത്തമാനമല്ല. ആക്ച്വലി നിങ്ങൾക്ക് ക്ഷമ തീരില്ലെന്നായിരിക്കും. നിങ്ങൾ എപ്പോഴും ഒരു അഡമൻസിയാണ്. ആയിരിക്കും. ക്ഷമയൊക്കെ കുറച്ചൊക്കെ കുറവുള്ള ആൾ തന്നെയാണ്. കാരണം എനിക്ക് ഈ പറഞ്ഞ വൈകാരികമായിട്ടുള്ള മുഹൂർത്തങ്ങളെയൊന്നും എടുത്ത് പേഷ്യൻസോടെ കാത്തിരുന്ന് അതിന് റെസ്പോണ്ട് ചെയ്യാം എന്ന് വിചാരിക്കുന്ന ഒരാളല്ല. പിന്നെ എനിക്ക് തെറി വിളിക്കേണ്ടി വരും, ഞാൻ വിളിക്കും, ഇനിയും വിളിക്കും. പക്ഷേ ഇപ്പൊ പൊതുവെ ഈ ഒരു പോഷൻ കട്ടിയാണ് തെറി വിളിക്കുമെന്ന് പറയുന്ന പോഷൻ കട്ടിയതാണ്. ജനങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് അങ്ങനെയാണ് നിങ്ങളാണ് പ്രവർത്തനങ്ങളെ പറ്റി അന്വേഷിക്കുന്നത്. തീർച്ചയായിട്ടും ദിയ സന ഈ ഒരു ഇന്റർവ്യൂവിനകത്ത് സ്കോർ ചെയ്തു എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കമന്റ്സ് മുഴുക്ക ശാരിക എന്ന് പറയുന്ന ഈ സ്ത്രീക്കെതിരെയാണ്. കാരണം ഒരു ആങ്കർ എന്ന നിലയിൽ പൂർണ്ണ പരാജയമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ദിയ സനയും ഞാനും തമ്മിൽ വളരെയധികം പ്രോബ്ലംസ് നടക്കുന്ന ഒരു സിറ്റുവേഷൻ, നല്ല തെറി അങ്ങോട്ട് ഇങ്ങോട്ട് ഞങ്ങൾ വിളിച്ചിട്ടുമുണ്ട്. പക്ഷേ ദിയ സന പറയുന്ന ഈ ഒരു പൊളിറ്റിക്സ് അത് കൃത്യമാണ് എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. കാരണം സെയിം വേവ് ലെങ്ത്തിൽ കൂടെ സഞ്ചരിക്കുന്നതാണ്. നമ്മളൊരു വീഡിയോ ചെയ്യുകയോ അല്ലെങ്കിൽ ലൈവ് സെക്ഷൻ ചെയ്യുകയോ ഒക്കെ ചെയ്യുമ്പോൾ അതിൽ വന്ന് വളരെ മോശമായ കാര്യങ്ങൾ പറയുകയും ആ മോശ കാര്യങ്ങൾക്ക് തിരിച്ച് മറുപടി കൊടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തുകയും ചെയ്യും. കാണാതിരുന്നാൽ പോരെ, പറയാതിരുന്നാൽ പോരെ എന്നൊക്കെ പറയും. തിരിച്ചു പറയുക എന്നുള്ളത് ഒരു ഉത്തരവാദിത്തമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. നമ്മളെ കാണുന്ന 10 പേരുണ്ടെങ്കിൽ ആ 10 പേരിൽ ഒരാൾക്കെങ്കിലും നമ്മളെപ്പോലെ പ്രതികരിക്കാൻ തോന്നിയ ഇത്തരം ഞരമ്പ് രോഗികൾക്ക് ഇതേ കുത്തിക്കഴപ്പ് തുടരാൻ തോന്നത്തില്ല എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ ദിയ സന കറക്റ്റായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അവരുടെ ഇമോഷൻസ് ആണ്, അവരുടെ ഇമോഷൻസിനെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ വൾഗാരിറ്റി പറയുമ്പോൾ അതിനെതിരെ അങ്ങനെ തന്നെ സംസാരിക്കുകയാണ് വേണ്ടത്. റിയാക്ഷൻ അങ്ങനെ തന്നെ വേണം. സ്ത്രീക്ക് ഇത് പറ്റത്തില്ല, പുരുഷനെ ഇത് പറ്റുള്ളൂ എന്നൊക്കെ പറയുന്ന ഒരു സാഹചര്യം അത് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു കാര്യമാണ്. അങ്ങനെയാണ് നമ്മുടെ സൊസൈറ്റി. ആൺ മേൽക്കോയ്മയുള്ള ഒരു സൊസൈറ്റിയിൽ അങ്ങനെ തന്നെയാണ് വയ്പ്. പെണ്ണിങ്ങനെ പാടുള്ളൂ, പെണ്ണിങ്ങനെ ഇരിക്കണം, ഇന്ന വശം കൊണ്ടിരിക്കണം എന്നൊക്കെ ഒരു കൺസിഡറേഷൻ അല്ലെങ്കിൽ ഒരു കൺസെപ്റ്റ് ഉണ്ട്. അത് മാറുക തന്നെ വേണം. അത് ദിയ സന പറഞ്ഞത് കറക്റ്റ് തന്നെയാണ്. പേഷ്യൻസോടെ കാത്തിരുന്ന് അതിന് റെസ്പോണ്ട് ചെയ്യാൻ എന്ന് തരുന്ന ഒരാളല്ല. പിന്നെ എനിക്ക് ഞാൻ വിളിക്കും, ഇനിയും വിളിക്കും. പക്ഷേ പൊതുവെ ഈ ഒരു പോഷൻ കട്ടിയാണ് തെറി വിളിക്കുമെന്ന് പറയുന്ന പോഷൻ കട്ടിയാണ്. ഒരു 5 പ്രവർത്തനങ്ങൾ പറയുക, ഞങ്ങളുടെ പേഴ്സണാലിറ്റി ഇതല്ല, ഞങ്ങളുടെ ഓൺലൈൻ ചാനൽ ഇത് പ്രൊമോട്ട് ചെയ്യുന്നില്ലെന്നാണ് പറയുന്നത്. അപ്പം ഇവർ തെറി വിളിക്കുന്ന കാര്യം ഇവർക്ക് അറിയാം. അറിഞ്ഞുകൊണ്ട് ആ വ്യക്തി അവിടെ ഇൻവൈറ്റ് ചെയ്യുന്നു. അത് ദിയ ചോദിക്കുന്ന ഒരു കറക്റ്റ് ചോദ്യമല്ലേ? അവൾ തെറി വിളിക്കുന്നവളാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ചെയ്തൊരു വീഡിയോ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. സത്യം പറഞ്ഞാൽ ദിയയ്ക്ക് നല്ല കൺട്രോൾ ഉണ്ട്. ഞാനായിരുന്നു ആ സ്പേസിലെങ്കിൽ ഏങ്ങി ഒന്തി ഒരൊറ്റ അടിയും കൊടുത്ത് അവളെ മൈക്കെടുത്ത് അവളെ തലമണ്ടയ്ക്ക് മേടിച്ചിട്ട് ഇറങ്ങി വന്നിട്ടുണ്ടാവും. എന്റെ പ്രവർത്തനങ്ങൾ എന്തെന്ന് അന്വേഷിക്കാൻ ഏത് ജനങ്ങൾക്കാണ് റൈറ്റ് ഉള്ളത്? നിങ്ങൾ തെറി വിളിക്കാൻ പറ്റും. ഷോ എന്ന് പറയാൻ പറഞ്ഞത് തെറി വിളിക്കുന്നത് എന്റെ ഡിഫൻസിന്റെ രാഷ്ട്രീയമാണ്. ഞാൻ പറയുന്നത് ഡിഫൻസിന് വേണ്ടി തെറി വിളിക്കാം. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാരെ അപ്പോൾ അത് മാതൃകയാണ്. തെറിവിക്കാൻ പറ്റത്തില്ല. ആ സേവനം ഡിഫൻസിനെ പറഞ്ഞില്ല. ഡിഫൻസിന് വേണ്ടി ഞാൻ തെറി വിളിക്കും. നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റില്ല. പേഷ്യൻസ് ഇല്ലാതെ വരും. കാരണം നിങ്ങൾ സാമൂഹ്യ പ്രവർത്തകയാണെന്നാണ് പറഞ്ഞത്. നിങ്ങളുടെ വായുന്ന വർത്താനം എന്താണ്? ചീന വർത്താനമാണോ? സാമൂഹ്യ പ്രവർത്തനം എന്ന് പറയുന്നത് വേറെ പ്രവർത്തനം. സാമൂഹ്യ പ്രവർത്തനം അങ്ങനെ പറയാം. അതുകൊണ്ട്
സെൽഫ് ഡിഫൻസിന് രാഷ്ട്രീയം എന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഷാരി ഒന്ന് നോക്കണം. ഞാൻ ഒരു 500 പുറത്ത് കേസ് കൊടുത്തിട്ടുണ്ട്. ഒരിക്കലും ഞങ്ങൾക്ക് എതിരെ വന്ന ഞാൻ വെറുതെ ഒരു ഫോട്ടോ ഇട്ടാൽ തന്നെ അതിനിടയിൽ വരുന്ന ഒത്തിരി കമന്റുകൾ, എന്റെ മകനെ ചേർത്തുള്ള കമന്റുകൾ, എന്റെ കുടുംബമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള കമന്റുകൾ, ഇതിനൊക്കെ എതിരെ ആദ്യ കാലഘട്ടങ്ങളിൽ ഒരിക്കലും ഹണി റോസിന്റെ കേസ്, ദിയാസനയെയും ഹണി റോസിനെയും ടാലി ചെയ്ത ആ ഭയങ്കര മനസ്സുണ്ടല്ലോ, അതിന് നമിക്കാതെ പാടില്ല. ഹണി റോസിന്റെ വിഷയം വേറെ തന്നെയാണ്, ദിയാസനയുടേത് വേറെയാണ്. ദിയ ഒരുപാട് കേസുകൾ കൊടുത്തിട്ടുണ്ടാവും. അതിന്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ലൈവ് സെക്ഷനിൽ കൂടെയാണ് പുറത്തേക്കുന്നത്. അല്ലാതെ ഹണി റോസിനെ പോലെ ബാക്കും ഫ്രണ്ടും തള്ളിപ്പിടിച്ച് അങ്ങനെ കാണിച്ചുകൊണ്ട് നടന്നതല്ല. അങ്ങനെ ഒരു ക്രിറ്റിസിസം ചെയ്യേണ്ട ഒരു ലെവലിൽ ദിയാസന അങ്ങനെ ഒരു ഡ്രസ് കോഡ് ഇതുവരെ ഇട്ടതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും, ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായ ദിയാസന അത്യാവശ്യം ആപ്റ്റായ കാര്യങ്ങൾക്ക് വേണ്ടി തന്നെയാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. ചില കുത്തുരുമ്പുകൾ ഇല്ല എന്നൊന്നും ഞാൻ പറയത്തില്ല. പക്ഷേ അവൾ ലൈവ് ചെയ്യുന്നത് പൊതുവായിട്ടുള്ള സാമൂഹ്യ വിഷയങ്ങൾ എടുത്തു വെച്ചിട്ടാണ് ലൈവ് ചെയ്യുക. ആ സമയത്ത് വരുന്ന കമൻറ്റിനെ റെസ്പോണ്ട് ചെയ്തു എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് അവൾ ചെയ്ത നന്മ മറക്കാതെ പോകരുത്. ഏറ്റവും നല്ലതായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്, സ്ത്രീകളെ അവഹേളിച്ച് ആവരാധം പറഞ്ഞുകൊണ്ടിരുന്ന ഒരുത്തനെ അവൻ്റെ റൂമിൽ കയറി അവനെ 2 പൊട്ടിച്ചു. കേസൊക്കെ വരും സ്വാഭാവികം. പക്ഷേ ആ 3 പെണ്ണുങ്ങളുടെ എന്ത് ഡീമെറിറ്റും മെറിറ്റായി മാറുന്ന ഒരു സംഗതിയാണ് അവർ ചെയ്തത്. അത് സഹിക്കാൻ വയ്യാത്ത ആണാളന്മാർ ഇവിടെ കിടന്ന് തിളയ്ക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയാ ചെയ്യുക. എത്ര ദിവസം സഹിക്കണം? നിയമത്തിൻ്റെ പിറകെ പോയാൽ നിയമത്തിൽ അതിൻ്റെ ഒരു പഴുത് അത് വളരെ വളരെ മോശപ്പെട്ട രീതിയിൽ ഇവർക്ക് ഫേവറായിട്ടാണുള്ളത്. പറയുമ്പോൾ എന്താണ്, സ്ത്രീകൾ പ്രിവിലേജ്ഡാണ്, സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള നിയമമാണ്. ഒന്നുമല്ല, ഒരു ഉണ്ടേ അല്ല. എത്ര എടുത്തായി, എത്ര പ്രാവശ്യമായി നിരന്തരം ഇത് തന്നെ ആവർത്തിക്കപ്പെടുമ്പോൾ കയ്യിലെടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരും. നിയമം കയ്യിലെടുക്കുന്നത് ശരിയാണോ എന്ന് വെച്ചാൽ ചില സ്ഥലങ്ങളിൽ നമ്മൾ നിയമം കയ്യിലെടുക്കേണ്ടി വരും. ഇവിടെ റേപ്പ് ചെയ്യുന്ന ആണുങ്ങളെ നമുക്ക് കൊല്ലാൻ പറ്റും, അത് സെൽഫ് ഡിഫെൻസിൻ്റെ പേരിലാണ്. ഇപ്പോൾ കൊലപാതകം നിങ്ങൾ പ്രൊമോട്ട് ചെയ്യണുണ്ടോ എന്ന് ചോദിച്ചാൽ അല്ല, കൊലപാതക കാര്യം പ്രൊമോട്ട് ചെയ്യത്തില്ല. പക്ഷേ നമ്മളെ സെൽഫ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഒരാളെ കൊല്ലുന്നതിൽ തെറ്റില്ല എന്നാണ് നിയമം പറയുന്നത്. ഭവനഭേദന, വീട്ടിനകത്തേക്ക് കയറി വന്ന ഒരാൾ നമ്മളെ കൊല്ലാൻ വന്നാൽ അയ്യോ ഇവനെ കൊന്നു കഴിഞ്ഞാൽ നമുക്ക് കേസ് വരുമ്പോൾ നമ്മൾ പിടിച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ ഗേറ്റിനകത്താണോ അടിച്ച് പൊട്ടിച്ചിട്ടേക്കുക, തട്ടിയേക്കുക, ഒരു കേസും ഇല്ല. കേസ് വരും, പക്ഷേ ആ കേസ് തള്ളിപ്പോകും. കാരണം നമ്മൾ സെൽഫ് ഡിഫെൻസാണ്. അപ്പോൾ കാര്യങ്ങളോ നിയമങ്ങളോ ഒരു വാഴ അറിയാത്ത ഒരു മൊട്ടച്ചി ഇരുന്നുകൊണ്ട് മൊട്ടത്തരം പറയുന്നത് കേൾക്കാൻ വേണ്ടിയിട്ട് കുറേ പേര്. ഏതായാലും ഇത് വൈറലാകുമെന്ന് വിചാരിച്ചിട്ടതാണ്, വയറ്റിലായി എന്നാണ് എനിക്ക് മനസ്സിലായത്. കേസിന് എത്രത്തോളം ആയുസുണ്ടെന്നും എത്രത്തോളം അടിസ്ഥാനം പക്ഷെ കൃത്യമായിട്ടുള്ള നിയമം ഇല്ല എന്നുള്ളൊരു വസ്തുത. നിയമം കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സിൽ വിശ്വസിക്കുന്ന ഒരാൾ തന്നെയാണ്. ഒരിക്കലും അത്ര വിശ്വാസം നമ്മുടെ നേരിട്ട് വരുന്ന പ്രതിരോധ മാർഗ്ഗങ്ങൾ നമുക്ക് എല്ലാവർക്കും നമുക്ക് ഡിഫൻസ് കാര്യങ്ങളുണ്ട്. തീർച്ചയായിട്ടും നമ്മളെ പ്രോക്ക് ചെയ്യാം, നമ്മളെ നേരെ ആക്രമിക്കാൻ വരികയോ നമ്മളെ പ്രൊവോക്ക് ചെയ്യുകയോ നമ്മൾ അബ്യൂസ് ചെയ്യുമ്പോഴാണ് നമ്മൾ പറയുന്ന ആയുധങ്ങളെ പുറത്തെടുത്തത് നാക്കുകൊണ്ടോ കൈകൊണ്ടോ പാട്ടോ നമ്മുടെ കയ്യിലാണ്. പക്ഷെ അതിന് ഒരു മാന്യമായ വ്യക്തി അല്ലെങ്കിൽ ഒരു സമൂഹത്തോട് അടുത്ത് കിടക്കുന്ന വ്യക്തി ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അത് സാമൂഹികമായ വിശ്വാസം. മാന്യതയുടെ അളവുകോല് സേച്ചിയാണ് നിശ്ചയിക്കുന്നത്. സേച്ചി പറയുന്നത് കണക്കാണ് ഇനിയിപ്പോൾ മാന്യതയുടെ അളവ് പോലൊക്കെ വരുന്നത്. മുട്ടയടിച്ചപ്പോൾ തന്നെ അവളെ ഈ സ്ത്രീത്വം പോയെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ മണ്ടത്തരം എഴുന്നള്ളിക്കത്തില്ല. കൃത്യമായി ബദൽ കൊടുക്കാൻ ദിയയ്ക്ക് സാധിക്കാത്തത് കൊണ്ടാണ്. ദിയാസന അത് കൃത്യമായി മറുപടി കൊടുക്കേണ്ട കാര്യം തന്നെയായിരുന്നു. ഇവിടുത്തെ സെക്ഷൽ മറ്റേ കഴപ്പെന്ന് പറയുന്ന സാധനം ഒന്നും ഇവിടുന്ന് മാറാൻ പോകുന്നില്ല എന്തോ ഒരു ഫ്രസ്ട്രേഷൻ ആണ് ഇപ്പോൾ. ഇപ്പൊ എന്റെ എന്താ ശാരി ചോദിച്ചത്, ഉറപ്പായിട്ടും നീ എന്നെ പഠിപ്പിച്ച് ഇത്ര വിളി കൊണ്ട് നിർത്താൻ വേണ്ട. അത് നിർത്താൻ എനിക്ക് ഉദ്ദേശമില്ല. എനിക്ക് നേരെ എന്തിനാണ് വരുന്നത് ആ സാധനത്തിന് ഞാൻ ഡിഫൻസ് ആയിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കും. അതിനാണ് എനിക്ക് എന്റെ ശരീരവും എന്റെ ലൈഫും ഒക്കെ എനിക്ക് പ്രൊട്ടക്ട് ചെയ്യണം. കുടുംബം അത് ചെയ്തത് കൊണ്ടിട്ട് ഡിഫൻസ് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ പറഞ്ഞൊരു പോസ്റ്റിനെ കുറിച്ച് അത് പറയുന്നത് സത്യത്തിൽ എനിക്ക് അറിയണം. ഞാൻ അങ്ങനെ അതായത് 10 പേരെ എന്നെ ചെയ്തതല്ല, പകരം ഞാൻ അവരെ 10 പേരെ ചെയ്തതാണ് എന്നിലേക്ക് വന്നത് അല്ലെങ്കിൽ വന്നത് രീതിയിൽ നിങ്ങൾ പോസ്റ്റ് ചെയ്ത് ഞാൻ കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾക്ക് എന്താ നിങ്ങൾ പറഞ്ഞത്. എനിക്ക് മനസ്സിലായില്ല. 10 പേരെ അതൊന്ന് കട്ട് ചെയ്യേണ്ടി വരും. കാരണം 10 പേരെ കട്ടൊന്നും ചെയ്യേണ്ട, അങ്ങനെയൊക്കെ ഇട്ട് ഉണ്ടാക്കേണ്ടത്. ഞാൻ ഏതോ 10 പേരെ എന്തോ ചെയ്ത സെലിബ്രിറ്റി ആയ വ്യക്തിയല്ല ഞാൻ എന്തോ ചെയ്ത ആ ഒരു സ്പെസിഫിക് ഡയലോഗ് ഇങ്ങനെയായിരുന്നു. എന്നെ കളിച്ച 10 പേരല്ല ബിഗ് ബോസിൽ പോയത്, ഞാൻ കളിച്ച 10 പേരാണ് ബിഗ് ബോസിൽ പോയത്. അങ്ങനെ ഒരു ഫോം ആയിരുന്നു എന്നാണ് എൻ്റെ ഒരു അറിവ്. ഞാൻ അവരുടെ ഫേസ്ബുക്ക് ഒന്നും പോയി നോക്കാറില്ല. അവരുടെ ഫേസ്ബുക്ക് ബാനാണെന്നാണ് പറയുന്നത്. ഇപ്പോൾ റീസെൻ്റ്ലി ആണ് ഓപ്പൺ ആയതെന്നും പറഞ്ഞു കേൾക്കുന്നു. എന്തായാലും അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇവർ പറഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത്. അത് പറയുമ്പോൾ എന്തിനാ നോവുന്നേ? അത് കറക്റ്റ് അല്ലേ? അതെന്താ ആണുങ്ങൾ കളിച്ചെന്ന് പറയുമ്പോൾ നല്ല സുഖമുണ്ട്, പെണ്ണുങ്ങൾ കളിച്ചെന്ന് പറയുമ്പോൾ എന്തോ മോശം പോലെ പറയുന്നത് എന്തിനാണ്? ഈ
നമ്മൾ ശരീരം വിൽക്കുക എന്ന് പറയുന്നത്, അതായത് നമ്മളുടെ ശരീരം ഒരു വിൽപ്പന ചരക്കാണ് എന്ന് വെക്കുന്നത് എന്നോട് എനിക്ക് യോജിപ്പില്ല. അതേസമയം ശരീരത്തിന് അങ്ങനെ ഒരു ആവശ്യമുണ്ടെങ്കിൽ അത് മാന്യമായി തീർക്കുന്നതിൽ എന്താ കുഴപ്പം? ആണും പെണ്ണും തമ്മിൽ ചെയ്യുന്ന സെക്ഷൽ കോണ്ടാക്റ്റിന് പെണ്ണിനെ മാത്രം വേശ്യ എന്ന് വിളിക്കുന്ന ഒരു രീതി ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അത് ഞാൻ എഗൻസ്റ്റാണ്. അതിൽ ദിയ പറയുന്നത് തന്നെയാണ് ശരി. അതിലിപ്പോൾ എന്താ? പിന്നെ ഏതോ KGF-ന്റെ ഇത് ഡയലോഗ് എടുത്തിട്ടതാണ് എന്ന്. അതിലൊക്കെ ഇത്ര നാണക്കേടൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ ഇത് പറയുന്ന ആൾക്ക് ഭയങ്കര പാതിവൃത്യമാണ്. സദാചാരം തലയെ കയറി നിൽക്കുക സാറിന്. നിങ്ങൾ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് കുറിച്ച് എനിക്ക് പറയാൻ ജാഗ്രത പറഞ്ഞിട്ടാണ് ഞാൻ എന്താണ് ഉദ്ദേശിച്ചത്? കളിച്ചു എനിക്ക് ഈ ചാനലിന് മുമ്പ് ഞാൻ ബാങ്കാണ്, ഞാൻ ജസ്റ്റ് എന്ന് പറഞ്ഞാൽ അവരുടെ പ്രയോറിറ്റിയാണ്. എനിക്ക് അതിന്റെ മുമ്പിൽ പറയാൻ പറ്റില്ലല്ലോ. ദിയയ്ക്ക് പറ്റുമെങ്കിൽ ഇനി ഈ ചാനലിൽ പോകാതിരിക്കുക. കാരണം ഒരു രീതിയിലുള്ള റെസ്പെക്റ്റും നിങ്ങൾ അവർ കണക്കാക്കിയിട്ടില്ല. ഇത്രയധികം ഓവറായിട്ട് അവർ നിങ്ങളുടെ മേൾക്ക് ചാടി കയറുന്നുണ്ടെങ്കിൽ ഷീസ് ആൻ ആങ്കർ ഓൺലി. അവർക്ക് ആ ഇൻസ്ട്രക്ഷൻ ഉണ്ട് നിങ്ങളെ ഇൻസൾട്ട് ചെയ്യാനുള്ള. അതുകൊണ്ടാണ് അവളത് വീണ്ടും ചെയ്യുന്നത്. അത്രയും ശക്തമായി നിങ്ങളെ അടിച്ചിട്ടുള്ളത്. നിങ്ങളെ ഇകഴ്ത്തുക, മോശപ്പെടുത്തുക എന്നൊരൊറ്റ ഉദ്ദേശ ലക്ഷ്യം കൊണ്ട് മാത്രമാണ് വിളിച്ചത്. ഇത് ഒരു ഡ്രാമ അല്ല എന്നുണ്ടെങ്കിലാണ് എൻ്റെ ഈ കമൻറ്റ്. പറയാൻ പറ്റത്തില്ല, നിങ്ങളൊക്കെ ഡ്രാമകളുടെ ആളുകളാണ്. ഇത് രണ്ടുപേരും കൂടെ തീരുമാനിച്ചെടുത്തൊരു കാര്യമായിരിക്കാം. പക്ഷേ എനിക്കങ്ങനെ തോന്നില്ല. ഒന്നാമത്തെ കാര്യം, ദിയ സനെ അങ്ങനെ ഒരു ലെവലിലല്ല. ഇപ്പോൾ ഒരു അത്യാവശ്യം ഒരു അറ്റൻഷൻ സീക്കിങ് ദിയ അത് ചെയ്യേണ്ട കാര്യമുണ്ടോയെന്ന് വെച്ചാൽ എനിക്കറിയില്ല. ഞാൻ പൊതുസമൂഹത്തിന് മുമ്പിൽ 24 മണിക്കൂർ തെളിവിച്ച് നടക്കുന്ന ഒരാളല്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പം എങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് വെക്കുമ്പോഴും ഞാൻ ഇത്രയും നേരം ഇരുന്ന് ചെയ്ത ഇന്റർവ്യൂ ചെയ്യും ബേസ്ഡ് ആയിട്ട് വന്നിരിക്കുന്നത് ഞാൻ ഒരു തെളിവിക്കുന്ന ഒരാളാണ് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് പത്താം. ആക്ച്വലി ഞാൻ പറഞ്ഞത് ഡിഫൻസിന്റെ ഒരു രാഷ്ട്രീയം എന്ന രീതിയിലാണ്. എനിക്ക് നേരെ വരുന്ന ആക്രമണങ്ങളെ എതിർക്കാൻ വേണ്ടിയിട്ട് എനിക്ക് അപ്പം എന്തായുധമാണ് കിട്ടുന്നത്, ഈ സാധനം ഞാൻ പ്രയോഗിക്കുന്നത്. അത് ചിലപ്പോൾ എന്റെ നേർക്ക് വരുന്നത് ഭയങ്കരമായിട്ടുള്ള ആക്രമണങ്ങളാണ്. ചിലപ്പോൾ എനിക്ക് തെളിവിക്കാനായിരിക്കും റിയാക്ഷൻ തോന്നുന്നത്. ഞാൻ പറഞ്ഞു ഏത് ആൾക്കാർക്കാണ് പ്രതിരോധത്തിന് വേണ്ടി തെളിവിക്കാം, ഡിഫൻസ് മെത്തേഡ് പ്രതിരോധത്തിന് വേണ്ടി ഉപയോഗിക്കാമെന്ന് പറയാം. വിളിച്ചുകൂടാ, തീർച്ചയായിട്ടും വിളിച്ചുകൂടാ. ഞാൻ പറയുന്നത് വിളിച്ചുകൂടാ. ഞാൻ എന്റെ ജീവിതത്തിൽ അറിയാം സ്ത്രീകൾ ഉന്നതരായിട്ട് പ്രവർത്തിക്കുന്നു പറയുന്നു. അങ്ങനെ സ്ത്രീകൾക്ക് വേണ്ടി 5 കാര്യങ്ങൾ പറഞ്ഞാൽ എനിക്ക് ശാരീരിക ബോധിപ്പിക്കാൻ സൗന്ദര്യം. എന്റെ ആർട്ടിസ്റ്റ് ചോദ്യം ചെയ്യാൻ എന്റെ റൈറ്റില്ല. നിങ്ങൾ സ്ത്രീയാണ്, പ്രത്യേകിച്ച് നിങ്ങൾ സ്ത്രീ എന്റെ നീ എന്ത് ചെയ്തു? നീ ചെയ്ത 5 കാര്യങ്ങൾ ഞാൻ എന്താണ് നിങ്ങൾ ചെയ്ത 5 കാര്യങ്ങൾ അങ്ങനെ അറിയാമെന്നുണ്ടെങ്കിൽ മാത്രം എന്റെ സംസാരം പിടിച്ചോണ്ട് നിർത്തിയിരിക്കുന്നത്. നിനക്ക് എന്തിന്റെ ആളുകൾ കൊണ്ട് നിർത്തുമ്പോ ആകെ മൊത്തത്തിൽ കുളമായ ഒരു ഇന്റർവ്യൂ എന്ന് മാത്രമല്ല, ആ ചാനലിന് തന്നെ അപകടകരമാകുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് ഒക്കെയാണ് ആ പെണ്ണിരുന്ന് പറഞ്ഞിട്ടുള്ളത്. ഏതായാലും അത് വളരെ ലൈറ്റാക്കി വളരെ കാമായി ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് ദിയ സന. അതിന്റെ കാരണം എന്താണെന്നറിയാം, ഇതിനു മുമ്പും ഇതേപോലെ ഒരു പൊസിഷൻ അവർ കൈകാര്യം ചെയ്തിരുന്നു. കാരണം ഇതേപോലെ വേറൊരാളിരുന്ന് ഇന്റർവ്യൂ ചെയ്യുന്നിടത്ത് ദേഷ്യപ്പെട്ട് പൊട്ടിത്തെറിച്ച് എഴുന്നേറ്റ് പോയിട്ടുണ്ട്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ തുടർന്ന് ഇന്റർവ്യൂകൾ അവർക്ക് കിട്ടിയെന്ന് വരത്തില്ല. ചിലപ്പോൾ അവരുടെ ഒരു വരുമാന മാർഗ്ഗം അതായിരിക്കാം. അതുകൊണ്ടായിരിക്കും അവരങ്ങനെ മൗനമായിട്ടിരുന്നതെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ കൃത്യമായ ഒരു മറുപടി പറയേണ്ടടുത്തൊക്കെ അവർ വല്ലാണ്ട് പതർന്നാണ് കണ്ടത്. അങ്ങനെ ഒരു വ്യക്തിയെ കൊണ്ടുവന്ന് നിർത്തി അവരെ മുൾമുനയിൽ നിർത്തി പതറിച്ച് അങ്ങനെ ഒരു റീച്ച് ഉണ്ടാക്കുന്ന ഗതികേടിലേക്ക് ആ ചാനൽ അതപ്പതിച്ചു എന്ന് വേണം മനസ്സിലാക്കാം. പ്രത്യേകിച്ച് ഈ പെണ്ണും പുള്ളിക്ക് യാതൊരു രീതിയിലുള്ള റെസ്പെക്റ്റും വന്നിരിക്കുന്ന അതിഥിയോട് ഇല്ല എന്നുള്ളതാണ്. നമ്മുടെ രാജ്യത്ത് ഈ നിയമങ്ങളുണ്ട്, അതിന് ലൂപ്പ് ഹോൾസുമുണ്ട്, പഴുതുകളുമുണ്ട്. അതല്ലാതെ തന്നെ നിയമത്തിൽ അല്ലാത്ത തന്നെ അലിഖിതമായ ചില എക്സെപ്റ്റൻസും ഉണ്ട്. ഇപ്പോൾ തെളിവ് വിളിക്കുന്ന കുറ്റമാണോ എന്ന് ചോദിക്കുന്നു. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മൾ ഒരാൾ റേപ്പ് ചെയ്യാൻ വന്നാൽ നമ്മൾ കിടന്നു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. പറ്റുന്ന രീതിയിൽ അവനെ ഉപദ്രവിക്കുക. ഒരാളെ ഉപദ്രവിക്കുന്ന തെറ്റല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെയാണ്, തെറ്റ് തന്നെയാണ്. പക്ഷെ അയാൾ നമ്മളെ ഉപദ്രവിച്ചാൽ നമുക്ക് തിരിച്ചു തരാം. തെറി ഇങ്ങോട്ട് എന്ത് തരുന്നു അങ്ങോട്ടും അതല്ലേ കൊടുക്കേണ്ടതുള്ളൂ. അവൻ വിളിച്ചതാണ് തുടക്കമെങ്കിൽ അവൻ തന്നെയാണ് കുറ്റവാളി. അപ്പോൾ അതല്ല, അത് കുറ്റമാണ് തർക്കമാണെന്നല്ല. നമ്മൾ പബ്ലിക്കിൽ ഇൻറ്റൻഷനലി ഒരാളെ വൃത്തികേടാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. അതേസമയം നമ്മളെ ആ ഒരു ഇതിലേക്ക് അവർ കൊണ്ട് എത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് പറയാനുള്ള എക്സ്ക്യൂസും തന്നെയാണ്. അത് എക്സ്ക്യൂസ് എന്നാണ്. ചുമ്മാ നടന്ന് തെറി വിളിക്കാൻ ആരും പറയുന്നില്ല. ദിയ സന ചുമ്മാ ആരെയും കിടന്ന് തെറി വിളിക്കാറില്ല. പ്രൊവോക്കഡ് ആവുന്ന രീതിയിൽ അവളെ ചൊറിയുമ്പോൾ അവൾ കയറി മാന്താറാണ് പതിവ്. സെയിം തിങ് തന്നെയാണ് എൻ്റെ ഇഷ്യൂലും അങ്ങനെ തന്നെയാണ് ഉണ്ടായിരുന്നത്. എൻ്റെ വിഷയത്തിൽ ഞാൻ അവളുടെ കുറേ ശത്രുക്കൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തു എന്നുള്ളതാണ് അവളെ പ്രൊവോക്ക് ചെയ്തത്. അതിന് അവൾ എന്നെ തെറി വിളിച്ചു, തിരിച്ച് ഞാനും കൊടുത്തു. രണ്ടും തട്ടിപ്പോയി. കേസിന് പോകുമ്പോൾ ദിയയ്ക്കും കിട്ടുന്ന ആൻസർ അത് തന്നെ, എനിക്ക് കിട്ടുന്ന ആൻസർ അത് തന്നെ. ഇങ്ങോട്ട് വിളിച്ചു, അങ്ങോട്ട് കൊടുത്തു, തീർന്നില്ലേ? നിങ്ങൾ മിണ്ടാതിരുന്നെങ്കിൽ കേസ് എടുക്കാറ്, നിങ്ങൾ തിരിച്ച് വിളിച്ച സ്ഥിതിക്ക് കേസ് എടുക്കാൻ ഒക്കത്തില്ല. അപ്പോൾ അതൊരു രീതിയാണ്.
പിന്നെ ഒരു സ്ത്രീക്ക് മാത്രം മനസ്സിലാവുന്ന ചില കാര്യങ്ങളുണ്ട്. പണ്ട് കാലഘട്ടം, ഇപ്പോൾ എൻ്റെയൊക്കെ ബാല്യകാലത്ത് ബസ്സിലോ അല്ലെങ്കിൽ നമ്മളെ തനിച്ച് കിട്ടുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് അബ്യൂസ് ചെയ്യുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ മാറി. ബസ്സിലോ നമ്മൾ നടന്നു പോകുമ്പോഴോ ഒന്നും നമ്മളെ മോശം പറയുകയോ കളിയാക്കുന്നോ ഒക്കെ രീതി വളരെ കുറവാണ്, വളരെ റെയറാണ്. ചെയ്തിട്ടുണ്ടെങ്കിൽ അവന്മാർക്ക് പണി കിട്ടുന്നത് വളരെ സൂപ്പറായിട്ട് കിട്ടുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് ഭരണഘടന മാറ്റിയോ ഇല്ല, നിയമം മാറ്റിയോ ഇല്ല, പഴയ നിയമം തന്നെയല്ലേ, പുതിയതായിട്ടൊന്നും കൊണ്ടുവന്നിട്ടില്ലല്ലോ. അത് മുൻപ് ആളുകൾക്ക് അതിനെപ്പറ്റി അവയർനെസ് ഇല്ലായിരുന്നു. പക്ഷെ ഇന്ന് ആളുകൾക്ക് അതിനെപ്പറ്റി അവയർനെസ് ഉണ്ട്. അതുകൊണ്ടാണ് ആ പ്രതിരോധം വരുന്നത്. പ്രതിഷേധങ്ങളും പ്രതിരോധങ്ങളും എങ്ങനെ വേണമെന്നൊന്നും നമുക്ക് നിശ്ചയിക്കാൻ ഒക്കത്തില്ല. അത് നമുക്ക് അപ്പോൾ തോന്നുന്നതാണ്. അപ്പോഴും നമുക്ക് എങ്ങനെ തോന്നും. ഇപ്പോൾ എന്നെ ഒരുത്ത ഉപദ്രവിക്കാൻ വന്നാൽ ഞാൻ തെറിയായിരിക്കില്ല പറയുക, ചിലപ്പോൾ ചെരുപ്പൂരി 2 പറ്റിക്കും, അല്ലെങ്കിൽ അവിടെ കിടക്കുന്ന കല്ലോ മണ്ണോ വെച്ച് എറിഞ്ഞു കൊടുക്കും. ഇനി അതൊന്നും പറ്റിയില്ലെങ്കിൽ തുപ്പിയെങ്കിലും കൊടുക്കും. എന്താണ് നമുക്ക് പ്രതിരോധിക്കാൻ പറ്റുന്നത് അത് നമ്മൾ ചെയ്യും. ആദ്യമെല്ലാം നമ്മൾ വളരെ സഹിഷ്ണുതയോടെ മാന്യമായ വാക്കുകളിൽ കൂടെ ഒതുക്കാൻ നോക്കും. നടന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? അതേ പാടുള്ളൂ. ഇപ്പം തെറിയുടെ ഒരു പ്രത്യായ ശാസ്ത്രം പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ തെറി പറയുന്നവൾ എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്ത നല്ല കാര്യങ്ങൾ ഇല്ലാതാക്കരുത്. ഒരുപാട് രീതിയിലുള്ള സോഷ്യൽ സർവീസുകൾ ദിയ ചെയ്യുന്നുണ്ട്. ദിയ അങ്ങനെ ഒരു സാമൂഹ്യ പ്രവർത്തക തന്നെയാണ്. ഈ ജാസ്മിൻ്റെ വിഷയത്തിൽ വന്നപ്പോൾ പ്രത്യേകിച്ച് ബിഗ് ബോസ് ഇഷ്യൂവിൽ അതിലൊരു കാര്യത്തിൽ മാത്രം ഒരു വേർപാട് ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷേ എന്നാൽ പോലും നല്ല കാര്യങ്ങൾ ഒരുപാട് ചെയ്ത് എനിക്ക് തന്നെ അറിയുന്ന ഒരാളാണ് ദിയാസന. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിൽ ദിയാസനയെ മനഃപൂർവ്വം അവഹേളിക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ദിയാസനയ്ക്ക് ഇതിന് കംപ്ലയിൻറ്റ് കൊടുക്കാം, പക്ഷേ എന്ത് ചെയ്യാം? ദിയാസനയെ കംപ്ലയിൻറ്റ് കൊണ്ടുപോയാൽ അവരെടുത്ത് മാറ്റിയങ്ങളെ. കാരണം സ്ഥിര കംപ്ലയിൻറ്റുകാരിയായി അവരെ പ്രഖ്യാപിച്ചിരിക്കുന്നു. 500ഓളം കേസുകൾ കൊടുത്തു എന്നാണ് പറയുന്നത്. ആക്ഷൻ എടുത്തത് 1-2 പേരെ കൃത്യമായി ആക്ഷൻ എടുത്താൽ തന്നെ പിന്നെ ആരും ചെയ്യത്തില്ല. ഈ ബോച്ചയെ ഒതുക്കിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബോച്ചയുടെ നാക്കിലുള്ള ആ ഒരു വൃത്തികേട് ഒതുക്കാൻ ഹണി റോസിന് സാധിച്ചു എന്നുള്ളത് വസ്തുതയാണ്. അതുകൊണ്ട് ഹണി റോസ് ഭയങ്കര സൂപ്പറാണോ എന്ന് വെച്ചാൽ അല്ല. പലപ്പോഴും ഹണി റോസിനെ ഇപ്പോഴും കാണുന്നത് ഒന്നുകിൽ സാരി ഉടുക്കാൻ മറന്നു പോകും, അല്ലെങ്കിൽ ബ്ലൗസ് ഇടാൻ മറന്നു പോകും. സാരി ഉടുക്കുമ്പോൾ ഇതാണ്. അങ്ങനെ പല കോലങ്ങളിലാണ് ഹണി റോസ് നടക്കുന്നത്. നമുക്കൊരാളെ കുറ്റപ്പെടുത്താനും മോശം പറയാനുമുള്ള അവകാശമോ അല്ലെങ്കിൽ അതിനുള്ള റൈറ്റ്സോ ഉണ്ടോ എന്ന് നമ്മളിൽ തന്നെ ആദ്യം നമ്മൾ സെർച്ച് ചെയ്തിട്ട് വേണം പറയാൻ വേണ്ടത്. ഈ ശാരിക എന്ന് പറയുന്ന മൊട്ടച്ചിക്ക് നല്ല പെടയുടെ കുറവാണെന്നാണ് എനിക്ക് മനസ്സിലായത്. അത് ഏതെങ്കിലും നല്ല ഒരാൾ, അത്യാവശ്യം കായികപരമായി ഹെൽത്ത് ഉള്ള ആൾ, കേസ് നേരിടാൻ തയ്യാറുള്ള ഒരാൾ, ഞാനാണെങ്കിൽ ഹട്ടിയൊക്കെ കിട്ടുമെന്നുള്ള തർക്കമേ വേണ്ട. ഈ ആങ്കറിങ്ങിന് വേണ്ടിയിട്ട് ഒരുപാട് പേര് ജോലി അന്വേഷിച്ച് നടക്കുന്നുണ്ട്. അങ്ങനെയുള്ള ആർക്കെങ്കിലും ആ പൊസിഷൻ കൊടുക്കുന്നതിന് പകരം ഈ പടുമൊട്ടച്ചയെ പിടിച്ച് അവിടെ ഇരുത്തി എന്തിനാണ് ഈ ചാനൽ ഇങ്ങനെ ചെയ്യുന്നതെന്ന് മനസ്സിലാകുന്നില്ല. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.